ഗുഡ് മോർണിംഗ്. 7 മണിയായി. ജസ്റ്റ് ഒന്ന് പല്ലി വെച്ച് റെഡിയാവാം. അടുത്തന്നെ നേരെ പോണു. ചെറുതായിട്ട് പോയി ചെന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് എക്സസൈസ് ചെയ്യണം. അവിടെ ഇരുന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം. യെസ്, 6 മിനിറ്റിൻ്റെ ഡിഫറൻസ് ആയതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. 6 അടുപ്പിച്ചായതേ ഉള്ളൂ. കുഴപ്പമില്ല. ടൈം മഴ പെയ്യൂ ഒരു പിടിയില്ല. അയ്യോ, മഴ പെയ്താൽ പണിയാണ്. ഇവിടെ മഴ പെയ്ത ഷോക്കാണ് കേട്ടോ, കട്ട ഷോക്കും. ജസ്റ്റ് സൈഫ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ലെവൽ ചെയ്യണം. ഇൻലെറ്റ് ചെയ്യാൻ കുറയ്ക്കുകയാണ്. ഔട്ട്ലെറ്റ് കുറച്ചാണ് പോകുന്നത്. 340. ഇൻലെറ്റ് 200 പറഞ്ഞുണ്ട്. അല്ലെങ്കിൽ ലെവൽ ഡൗൺ ആവില്ല. ജസ്റ്റ് ഒരു ഇങ്ങനെ തന്നെ നിൽക്കും. രാത്രി ആണെങ്കിൽ വീണ്ടും പോകില്ല. രാത്രി ഏകദേശം ഔട്ട് പോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട് പോകണമെന്ന് പറഞ്ഞാൽ 150 തണുപ്പാണ്ട് വെള്ളം അങ്ങോട്ട് പോണില്ല. അല്ലെങ്കിൽ 200 വരെ രാത്രി പോകുമായിരുന്നു. ഈ സമയത്ത് 250, 300 അടുപ്പിച്ച് പോകുമായിരുന്നു രാവിലെ തൊട്ട്. ഇപ്പോൾ പോണില്ല. അതുകൊണ്ട് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യണം. ചെന്നൊരു 10-20 കൂടി 20 അടുപ്പിച്ചുള്ള കുറച്ചിട്ടുണ്ട്. 25 അടുപ്പിച്ചുള്ള കുറച്ചിട്ടുണ്ട്. ഇനി എത്ര പറഞ്ഞാലും കുഴപ്പമില്ല, അവിടെ കിട്ടും. ബാക്കി പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നോക്കും. വീണ്ടും കുറയ്ക്കണോ കൂട്ടണോ. കൂട്ടേണ്ടി വന്നാൽ കൂട്ടൂല. കൂട്ടേണ്ടി നിന്നാവാൻ വന്നിട്ട് കൂട്ടും. അതാണ് നല്ലത്. രാത്രി വേറെ കുഴപ്പമില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യപ്പോൾ തന്നെ ഇതിന് നേരം ഫുള്ള് അവിടെ ഇറങ്ങി ഇന്ന് കയറി. പിന്നെ അടുത്ത് വന്നിട്ട് കമ്പ്യൂട്ടർ ബേസ് എത്ര 7-8 സൈറ്റ് ഉണ്ട്. അത് ഫുള്ള് ചെക്ക് ചെയ്ത് പിന്നെ ഒരിടത്ത് നേരത്തെ കുറയ്ക്കണം. ലെവല് പെട്ടെന്നാവും. ലെവൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തേക്കുള്ള കാര്യം പറഞ്ഞാൽ ഇപ്പം ചെയ്യണ്ട. ഇപ്പോൾ ഓടും അത്. വൈകുന്നേരം പിന്നെ രാത്രി ഭയങ്കര പാടായിരിക്കും. അതും പറഞ്ഞു. ഇനി അതിൻ്റെ കുഴപ്പമില്ല. ഇനി അടുത്ത് വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് വിശക്കണമെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകണം. അത് തന്നെ ഉള്ള പരിപാടി. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓടുന്നുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാം. വിശക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം സെറ്റാണ്. ഫുഡാണ്, റീഡിങ് എല്ലാം സെറ്റ് അടിപൊളിയാണ്. ജസ്റ്റ് ഇനി ഫുഡ് കഴിച്ചിട്ട് വന്നാൽ വീണ്ടും ചെക്ക് ചെയ്താൽ മതി. അതായത് ഇനിയിപ്പോൾ മറ്റേ പുള്ളി ആദ്യം കുഴപ്പമില്ല. വെയിലൊന്നും വന്നിട്ടില്ല. പുള്ളിക്കാരൻ വന്ന് പുള്ളി ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ പോയി എന്താ ഫുഡ് ഉണ്ടാകും. ഫുഡാണ് വേറെ കഴിക്കില്ലല്ലോ. ഇതും കഴിച്ചിട്ടങ്ങ് പോകണം. കാരണം ഇവിടെ ഒട്ടുമില്ല. അവിടെ ആകുമ്പോൾ കുറച്ചെങ്കിലും പുറത്ത് നിന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ അവിടെ വെയിൽ വന്ന് തുടങ്ങും. ടൈമൊന്നും ആയില്ലല്ലോ. 8:30 എന്തോ ആയതേ ഉള്ളൂ. എത്ര മണിയായി? 8:30. 8:22. വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ടൈമാ. അവിടെയൊക്കെ ടൈം പോണത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. പറക്കും. ഫോണിൻ്റെ ചാർജ് പോകുമ്പോഴാണ് നമുക്ക് സമയം ഇത്തിരി ടഫ് പോലെ തോന്നിക്കണം. ഫോൺ യൂസ് ചെയ്യുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഫോൺ പറക്കും. ടൈം പറക്കും ഫോണൊന്നും. ഇനി ഞാൻ ഫുഡൊക്കെ കൊണ്ടേ കഴിക്കട്ടെ. ഞാൻ ആ ഫുഡും കഴിച്ച് പോണ്. അടുത്ത ടീമും വന്നായിരുന്നു. ഏത് ടീമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴായിട്ട് പോയേ ഉള്ളൂ. ഇനി ഞാൻ പോയി നോക്കണം, ചെക്ക് ചെയ്യണം. നോക്കിയാൽ മതി. നമുക്കൊന്നും ചെയ്യില്ല. അവർ ചെയ്യണം നോക്കുക. എന്നിട്ട് മാറിയിരിക്കുമോ. അവർ ചെയ്തിട്ട് പോയിക്കോളും. കമ്പ്യൂട്ടർ ബേസ് മാത്രം ടച്ച് ചെയ്യാൻ കൊടുക്കില്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർക്കുള്ള കംപ്ലൈൻ്റ് ആയിരുന്നേ. അവരെല്ലാം പോയി. ഇനിയിപ്പോൾ ഒന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ഡോറെല്ലാം ക്ലോസ് ചെയ്ത് അവിടെ ഇരിക്കണം. യെസ്, എല്ലാ ഡോറും ക്ലോസ് ആണെന്ന് പോയി നോക്കണം. അത് അപ്പം അങ്ങനെ അവരിറങ്ങി. അവർ സൈൻ ഔട്ടായി. നമ്മൾ സൈൻ ഇൻ ചെയ്ത് ഫുള്ളൊന്ന്
ഡോറെല്ലാം ക്ലോസ് ആയി. ഒരു പമ്പ് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ. അപ്പോൾ അതിൻ്റെ ടീം വരും. അതിൽ പൈപ്പ് ഫിക്സ് ചെയ്യാറുണ്ട്, അതിൻ്റെ ടീം വരും. രണ്ടും ഒരു ടീം തന്നെ, മെക്കാനിക്കൽ ടീം. ആ ടീം വന്ന് നോക്കും. സൗണ്ട് ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇത്ര ദിവസം എടുത്തതല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ദിവസം ഇട്ടിരിക്കും. അല്ല, കുറച്ച് നേരം ഇട്ടിരിക്കും. അവർ പറഞ്ഞവർ ഇട്ടിരിക്കും. ഇനി പോയി ഒന്ന് ഫുള്ളൊന്ന് മിസ് ചെയ്യണം. ഇനി പറഞ്ഞ ഇതും കഴിക്കുക, ഫോണും ചാർജ് വിടുക, ഒന്ന് പോകുക. റൂമിട്ടടിച്ച് 2 പേരുണ്ട്, അല്ല 3 പേരുണ്ട് അവിടെ വൃത്തിയാക്കാൻ. അതായത് വെട്ടിയിട്ടതിൻ്റെ ഇതുണ്ടല്ലോ, അത് കുറച്ച് കണ്ട് നോക്കാം. അതിൻ്റെ ഇലയൊക്കെ വെട്ടിയിട്ടല്ല, അതെടുത്ത് മാറ്റാൻ വേണ്ടി. ഇനി അടുത്ത് പോയി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം, കമ്പ്യൂട്ടർ ബേസ്. അത് തന്നെ. അതിനുശേഷം പോയി ചെക്ക് ചെയ്തതിനു ശേഷം വന്ന് ഫോൺ ചാർജ് കയറും. ഒന്നും ചെയ്യില്ല. പമ്പ് മറ്റേ സൈഫാശാലും കൂട്ടമുണ്ട്, അതിപ്പോൾ ചെയ്യണില്ല. ഇനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാം. കൂട്ടമുണ്ട് ശാലം കുറച്ച് നമ്മളെ ലെവൽ ഡൗൺ ആവട്ടെ. അല്ലെങ്കിൽ ഇന്നലെ ഇന്നലെ അങ്ങ് കൂടുതൽ നിറഞ്ഞു പോയി. അത് തൊട്ട് പോലുമില്ലായിരുന്നു ഞാൻ. ഇന്ന് രാവിലെ ആയപ്പോൾ ഞാൻ കുറച്ചായിരുന്നു. രാവിലെ ഒന്നും അത് തന്നെ ചെയ്തത്. ലെവൽ അങ്ങോട്ട് കുറയാൻ വേണ്ടി ശീലം കുറച്ച് വെച്ചതായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും. രാത്രി ആകുമ്പോൾ വീണ്ടും നിറയും. വെള്ളം പോകാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 200, 250, 210, 230 അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നോളും. പിന്നെ തുടയേണ്ടി വരില്ല. യെസ്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കഴിക്കുക, പോയൊന്ന് ഫുള്ള് ചെക്ക് ചെയ്യാൻ പോവുക. അതായത് ഫുള്ളൊന്ന് റൗണ്ട് അടിക്കണം. അത് തന്നെ ഇവിടെ ഇരിക്കുന്നത്. ഇനി സൈഫോ ശാല ഓപ്പൺ ചെയ്യാണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്യും. ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഓപ്പൺ ചെയ്യും. ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ ഇരിക്കും. അതിന് ജസ്റ്റ് പോയിട്ടൊന്ന് തുറക്കാം. 20, 30, 20 പോയിന്റ്, 25 പോയിന്റ് തുറന്നാണ്. അത് തന്നെ ചെയ്ത് കഴിഞ്ഞ് ഇനി ക്ലോറിനേഷനും കൂടി കുഴപ്പമില്ല, സെറ്റാണ്. ഞാൻ അടുത്ത് നേരെ പോവുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് സെറ്റായി. ഇനി പോയി കുളിക്കണം. ഇപ്പോഴല്ല, ഒരു 5-10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട്. അതുവരെ കുറച്ച് നേരം അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഒന്ന് റൗണ്ട് ഓടിച്ചിട്ട് പോയി കുളിക്കണം. അത് തന്നെ പോയി സൺസെറ്റും കാണണം. എന്നിട്ട് സൺസെറ്റും നോക്കി ലൈറ്റെല്ലാം ഓൺ ചെയ്യണം. അത് തന്നെ ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ടോ, അത് കോൾ വിളിച്ച് പറഞ്ഞായിരുന്നു. അത് അവിടെ എത്തുമ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതൊരു ഇവിടെ വേദന ഇത് പറ്റിയെന്ന് പറഞ്ഞൂടാ. ഈ സൈഡ് വേദനയൊക്കെ മാറിയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ കുനിയാനാ നൂരാനാ എല്ലാം റെഡിയാവും തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ റെഡിയാവും, അല്ലെങ്കിൽ ബോഡി റെഡിയാവും. അയ്യോ, എത്താൻ തോന്നുന്നു. യെസ്, തെറ്റായി. കാണാൻ കൊള്ളാം, പക്ഷേ നമ്മൾ വിചാരിക്കും പോലെ എപ്പോഴും കിട്ടൂലല്ലോ. ചില സമയത്തുള്ളതുണ്ട് എന്നോ കാണാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാം, അടിപൊളിയാണ് ചില സമയത്ത്. ഇനിയിപ്പോൾ എല്ലാം ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കണം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് മാത്രം നമ്മളടുത്തൊന്നുള്ള ഇനി കുഴപ്പമില്ല. ഇനി കോൾ വിളിച്ച് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അതിന് വിളിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടിയെല്ലാം ചെയ്തു, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യുക ഇവിടെ. ഏകദേശം എൻ്റെ ഡ്യൂട്ടി ഇനി ഏകദേശം 1-1.5 മണിക്കൂറും കൂടി ആകുമ്പോൾ തീരും. അടുത്ത ഇനി പരിപാടിയൊന്നുമില്ല, ഇവിടെ ഇരിക്കുക. അത് തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 2-3 മണിക്കൂർ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും.